ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഒരു വലിയ പ്രസംഗം ചെയ്ത സദസ്സിനെ കയ്യിലെടുക്കുവാൻ എനിക്ക് കഴിയില്ല. എങ്കിലും അല്പകാര്യം പറഞ്ഞ് വിരമിക്കാം. നമ്മുടെ നബിയുടെ ഉമ്മ നബിയെ ഗർഭം ചുമന്ന് 2 മാസം തികഞ്ഞ കാലത്തായിരുന്നു നബിയുടെ പിതാവായ അബ്ദുള്ളയുടെ അന്ത്യം. ഭർത്താവിന്റെ വിയോഗ വാർത്ത ആമിനെ തളർത്തിയില്ല. ഞാൻ വിഷമത്തിലകപ്പെട്ടാൽ എന്റെ ഗർഭസ്ഥ ശിശുവിന് ബാധിക്കുമെന്ന് ആ വിധവ മനസ്സിലാക്കി. യാഥാസമയം ആരാധനയിലും യാമങ്ങളിലും തള്ളി നീക്കി. ഒരു ദിവസം ഒരു അശരീരി അന്തരീക്ഷത്തിൽ നിന്ന് ആമിനയുടെ കർണപുടങ്ങളിൽ അലയടിച്ചു. ആമിന, നീ ഗർഭം ചുമന്നിരിക്കുന്നത് ഈ സമുദായത്തിന്റെ നേതാവിനെയാണ്. കുട്ടി ജനിച്ചാൽ മുഹമ്മദ് എന്ന് പേരിടുക. പിന്നീട് ഒരു പ്രകാശം സദാസമയം അവരെ വലയം ചെയ്തതായി കാണുന്നു. നമ്മുടെ നബിയുടെ ഉമ്മ നബിയെ പ്രസവിച്ച സമയം ചില കർമ്മങ്ങൾ നിർവഹിച്ചതായി കാണുകയുണ്ടായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രപഞ്ചനാഥനല്ലാതെ മറ്റാരുമല്ല. 6 വർഷക്കാലം ആമിന ബീവിയുടെയും അലീമ ബീവിയുടെയും ലാളനയിൽ വളർന്ന നബി തന്റെ 6ാമത്തെ വയസ്സിൽ മാതാവിന്റെ വിയോഗത്തിന് സാക്ഷിയായി. തീർത്തും അനാഥനായി വളർന്ന നബി ലോക നേതാവായി മാറി. അതെ, ആ നബിയുടെ ജന്മദിനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.